हेलो एवरीवन, वेलकम बैक टू आवर चैनल जिसका नाम है वाइट चेक। कैसे हैं आप लोग? आई होप सब अच्छे होंगे। तो जैसा कि आप लोगों के साथ प्रेमम मूवी पार्ट वाइज देख रहे थे और लास्ट पार्ट में हम लोगों ने ये देखा था जो जॉर्ज है, जो निवीन पॉली एक कैरेक्टर रोल कर रहे हैं, वो उनका दूसरी बार हार्ट ब्रेक होता है क्योंकि साई पल्लवी की मेमोरी लॉस हो जाती है और एक बहुत बड़ा ट्रांजिशन गैप भी आता है। 2014 लगभग 8 साल बाद का फेज दिखाया जाता है जहाँ पर ये प्रोफेशनली अपने करियर में कुछ कर रहे होते हैं। आई थिंक बिजनेस या बेकरी शॉप का कुछ रन कर रहे होते हैं और उनका लुक भी डिफरेंट लगता है। सो आज के पार्ट देखते हैं क्या होता है और इनकी लाइफ कहाँ पर आकर के स्टेबल होती है अपनी लव लाइफ को लेकर के। हाँ, एक्चुअली में पिछले पार्ट में जो हार्ट ब्रेक हुआ वो एक्चुअली हम लोगों को काफ़ी इमोशनल कर दिया और शॉक्ड भी थे। हम लोगों ने ऐसे एक्सपेक्ट नहीं किया था। सो ये जो इनका नया फेज शुरू है इसमें इनके नेचर में भी थोड़े डिफरेंसेस देखने को मिले हमें, क्योंकि थोड़ा सा रूड और एंग्री लगा हमें डायलॉग से। इनका नेचर हो गया है। सो आइए चलिए नेक्स्ट पार्ट देखते हैं, फिर इसके बारे में आपसे बात करेंगे। चलिए फिर शुरू करें। सच में पहचान भी नहीं आ रहा है ठीक से। ഇത് നനയ്ക്കോടെ ആരുമില്ലേ? ബേബി ചേട്ടോ, ആ ഇത് നേരത്തെ ഉള്ളോ? ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് ലേറ്റ് ആയത്? എന്താ ലേറ്റ് ആയത്? അല്ല, വൈകിപ്പോയി. അതല്ലേ ചോദിച്ചു എന്തുകൊണ്ടാണ്? അത് പപ്പയുടെ ആണ്ടായിരുന്നു, പള്ളിയിലൊക്കെ പോയി വന്നു. ആടാനാ ചുള്ളി കുന്ത്രണം വെച്ചോണ്ട് നടക്കണം. ഇന്ന് ഷേവ് ചെയ്തോ? നല്ല ഭംഗിയുണ്ടല്ലോ. നീ എന്തെങ്കിലും മേലെ ഷേവ് കണ്ടിട്ടില്ലേ? ഇല്ല, അല്ല കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ചെടി സാധനമൊക്കെ നനച്ചു വെച്ചൂടെ? അല്ല, ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നനച്ചു വെക്കാനായിട്ട്. എടാ പ്രമോദ്, അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടി എന്തായി? അത് ഞാൻ സി ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. പോയി ഡ്രസ് മാറിക്കോ. എടാ പ്രമോദേ, सब अब उनसे डर रहे हैं। एकदम मतलब ट्रांजिशन ही एकदम डिफरेंट फेज ही आ गया। पहले कितने ऐसे हैप्पी गो लकी थोड़े थे नहीं। एक्चुअली में वो शौक ऐसा था, अब हुआ भी ऐसा है कि बदलना तो ऐसा है। कैसे हैं ഇല്ല. ഓ, നമ്മുടെ ഗോപുസുമ്പിൽ വന്നിട്ടിരുന്നല്ലേ? മഴയാ? ഐശ്വരി സൂക്ഷിച്ചു ഓർഡർ എടുക്കും. കൊള്ളാലോ. പേരെന്താ? ഐശ്വര്യ. ഐശ്വര്യ മാരീഡ് ആണോ? അല്ല, വീടെടുത്താണോ? ഇവിടുന്ന് കുറച്ച് ദൂരം. ഓ, കഴിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ കഴിക്കാൻ ടീ ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ കേക്ക്സ് ഉണ്ട് സർ. സ്വീറ്റ് ആയിട്ട് പേസ്ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട് സർ. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു മാർബിൾ കേക്കും ഒരു മീഡിയം ചായ എടുത്തോളൂ. മീഡിയം ചായ ഇല്ല സർ, റെഗുലർ ചായ ഉണ്ട്, വിത്തൗട്ട് മസാല ഉണ്ട്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പോട്ടി ഉണ്ട്. പോട്ടിയോ? പോട്ടി സർ. ഐശ്വര്യ അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഓർഡർ ഞാൻ എടുത്തോളാം. उनसे कैसे बात करे तो इनसे टोन दे। ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ചായ അടിക്കാരനല്ലേ? അല്ല, ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മാനേജറാ? അതെ. നല്ല അഹങ്കാരം ഉണ്ടല്ലോ എന്റെ മുഖത്ത്. സാർ ഓർഡർ വന്നു. ഒരു ചിക്കൻ സമൂസ എടുത്തോ. കോഴി ഐറ്റംസ് ഒന്നും ഇവിടെ എടുക്കാറില്ല സാർ. കോട്ടിട്ടാലും കോഴി എന്നുള്ള പേര് പോവില്ലല്ലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ, ഓർഡർ തന്നുള്ളൂ. താരാടർക്കാ ഏതേ കൊള്ളക്കാരൻ? അത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ്. ആണോ? അതെ. ആ ബന്നും പാൽ ചായ എടുക്ക്. അല്ലത് വെജ് സാൻഡ്വിച്ച് കോൾഡ് കോഫിയാണ്. എനിക്കറിയാം, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഓക്കെ, ആ സംഭവം എടുത്തോ. ഇവൻ എന്നെ മനസ്സിലായില്ലേ? ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ? ഒരു മാറ്റമില്ല. അവന് ഭ്രാന്ത്. അതെ, ഈ ടേബിളിലേക്ക് വെച്ചോ. ഈ ടേബിളിലേക്ക്. ओह, ഈ ടേബിളിലേക്ക്. यार ये पिटेगा तूने। ഹലോ, Hello. സുഖമായിട്ടിരിക്കുന്നോ? Sorry. What happened? Who are you? ഏഹ്? Who are you? बॉम्बे का नाम सुन के Bombay? ബോംബെയോ? Yeah. എടാ മോനെ, यार എവിടെ कौन തന്നെ വന്നത്? बहुत इंटरेस्टिंग कैरेक्टर है। घोड़े से एक तो आए हैं
पार्क देखिए अंदर അപ്പൊ ഇവിടെ നിൽക്കണ്ടേ? अच्छा यही है ना थर्ड एक्सप्रेस कास्टिंग में इनका भी नाम है സോറി ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. അല്ല ചേട്ടാ ഒരു സർപ്രൈസ് പാർട്ടിയാ ഈ സമയത്ത് വേറെ ഷോപ്സ് ഒന്നും ഓപ്പൺ ഇല്ല. ആക്ച്വലി നമ്മളിവിടെ ക്ലീനിങ്ങിലാണ്. ആ കുഴപ്പമില്ല. ഏത് കേക്കാണ് വേണ്ടത്? ഒരു വൈറ്റ് ഫോറസ്റ്റ് 1 kg വൈറ്റ് ഫോറസ്റ്റ് വരും. വെള്ളം 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 അല്ല അവിടെ ഇല്ല. Should I write something? യാ ഹാപ്പി ബർത്ത്ഡേ അപ്പു. Okay. അല്ല ഹാപ്പി 25th ബർത്ത്ഡേ അപ്പു. Okay. ഇതിന്റെ കവറും പാക്കറ്റൊക്കെ ഒന്ന് എടുത്തേക്കായിരുന്നു. ആയിക്കോട്ടെ. ഇവിടെ എന്താ ആരാണ് ഈ അപ്പു? അപ്പുവിന്റെ brother. അയ്യോ ഓ. തെറ്റിപ്പോയി. സോറി. ഞാൻ എഴുതിയത് തീർന്നു. ഇല്ല സോറി. വേറൊരു കേക്ക് എടുക്കും. ഇംപ്രഷൻ ശരിയാവും. ശരിയാവില്ലേ? इनको ऐसे क्यों देख रहे हैं हाँ उनको अच्छे लग गए क्या पहले ही യു അപ്പു ആ Is it okay? Yeah, നന്നായിട്ടുണ്ട്. Okay. Thank you. ये भी स्माइल कर रहे हैं लगे ആ 1 kg 450 यार यही कैफे हमें भी अच्छा पुरानी मूवी भी तो है शायद इस टाइम 450. की 450 ബാലൻസ്. താങ്ക് യു. ക്യാൻഡിൽസ് നൈഫ് അതിൻ്റെ അകത്തേന് വെച്ചിട്ടുണ്ട്. ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. എൻ്റെയും പറഞ്ഞു പോ. എന്തായാലും പറഞ്ഞു. ഓക്കെ. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെള്ളം വെള്ളം ബൈ. ഗുഡ് നൈറ്റ്. നല്ല കുട്ടി അല്ലേ? എന്തേ നീ നോക്കണ്ട? ഹേ ഞാൻ നോക്കണം, അത് ശരിയാവില്ല. നല്ല നല്ല വീട്ടിലെ കുട്ടിയായിരിക്കും. ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തു അങ്ങനെ. അയ്യേട്ടാ. നല്ല മുതലാളി നോക്കണ്ട. ചെല്ല് ക്ലീൻ ചെയ്യാൻ നോക്കാം. മനസ്സിലാവണ്ട്. ഇപ്രാവശ്യം മുതലാളി എന്ന് വിളിച്ചപ്പോ തെറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ. ആ ഹലോ ജോർജ്. ആ എടാ ഇത് ഞാനടാ. ഞാനെന്ന് പറഞ്ഞാ എടാ നിനക്കെന്നെ മനസ്സിലായ? ഞാനെന്ന് പറഞ്ഞാൽ മനസ്സിലാവണം എങ്ങനെയാണ്? പേര് പറയും. എടാ എടാ ഞാൻ ജസ്റ്റിനടാ. ജസ്റ്റിയാ? ആ കോളേജിലെ. ആ ജസ്റ്റി പറ. ആ എടാ എൻ്റെ കല്യാണമാണ്, അത് ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓ നിന്റെ കല്യാണമൊക്കെ ആയോ? ആ എവിടെ നിന്നാണ്? പെണ്ണ് എവിടെ നിന്നാണ്? പെണ്ണ് എടാ നമ്മുടെ കോളേജിലെ എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്നില്ല ഒരു കുട്ടി, ക്രിസ്റ്റി. ക്രിസ്റ്റിയോ? അല്ല ക്രിസ്റ്റി അല്ല, ക്രിസ്റ്റിയുടെ വകയിലുള്ള ഒരു കുട്ടി. എന്ന് പറഞ്ഞാ അത് അവളുടെ അങ്കിളുടെ. ഓക്കെ ഓക്കെ.
ശമ്പു പോയെങ്കിൽ എന്ത് പറയും? ശമ്പു പോയി സൂര്യ. नंबर അവരുടെ എടാ അവരുടെ നമ്പർ ഒന്നും എനിക്ക് ഞാൻ വാട്സാപ്പ് വാട്സപ്പ് പിന്നെ ശംഭുവിന്റെ ഒരു പാട്ടുണ്ടായിരുന്നുള്ള ബദാമ ആ പിസ്ത എന്ന് പറഞ്ഞ പാട്ട്. പിസ്ത. ആ അത് സൂപ്പർ ആയിരുന്നട്ടാ. നമ്മുടെ റിസപ്ഷൻ വരുമ്പോ അവനെ കൊണ്ട് അത് പാടിപ്പിക്കണം. ആ പറയാലോ, നീ വിളിക്കെന്തായാലും. പിന്നെ നമ്മുടെ പഴയകാലൊന്നും ഓർമ്മയിലിട നിനക്ക്. പിന്നെ നിങ്ങളുടെ പാട്ടൊക്കെ अभी से उनका नाम सुनकर उनकी क्या feeling याद दिला दिया ഇപ്പൊ എവിടെയാ? കോളേജ് ഡേയ്സ് ഒക്കെ ശരിക്കും മിസ് ചെയ്യണല്ലേ? എടാ എനിക്കിപ്പോ കുറെ പേര് വിളിക്കാണ്ട്. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, അവരുടെ നമ്പറൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്യ്. ശരി ശരി. അപ്പൊ ഈ ശനിയാഴ്ചയാണ് ബാച്ചിലേഴ്സ് പാർട്ടി. പൊളിച്ചടക്കണം. ഓക്കെ. लास्ट में मेरी वो जाते हो भूल नहीं पाए अभी उनको। उनकी शादी भी हो गई। ये वो घोड़े पे जो आए क्या कर अरे ये है ഹലോ ये मन्या तो नारकली देखा क्या चूड़ीदार इन्होंने? हाँ എനിക്കറിയില്ല. പച്ച കിട്ടോ? ഗ്രീൻ? ഹലോ, എന്നെ മനസ്സിലായോ? ഓ ഹായ്, അന്ന് കഫേയിൽ വന്നതല്ലേ, അറിയാതെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. അത് വിറ്റായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്ഷൻ ഉണ്ട്. പഴയ ओ इनका മേരി ചേച്ചി पहला ഓർക്കുന്നുണ്ടോ? प्यार मेरी जो മേരി ജോർജ്. ഏതോ ഈ ലോലൻ. കണ്ടിട്ടുണ്ട് നമ്മളവിടെ. അറിയാം. പിന്നെ ചേട്ടൻ മേരി ചേച്ചിയുടെ പുറകെ കിടന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം, അപ്പോഴും കഴിയടിക്കും. മേരി ചേച്ചിയുടെ ഒപ്പം എന്നെ കണ്ടിട്ടില്ല. ആ ഓ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഞാൻ अनएक्सपेक्टेड ചേച്ചി നമ്മ പള്ളി കണ്ട ചേട്ടൻ. നിന്റെ പേരെന്താണ്? മമ്മി പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പേര് പറയണ്ട, പക്ഷെ ഞാൻ പറയാം. वो दोनों बात कर रही है। यार ये बहुत अनएक्सपेक्टेड। ये तो क्या है? എനിക്കറിയാം नहीं ഞാൻ पॉली, പറയാം. अरे कैसे ഇവര് രണ്ടുപേരും जैसे കല്യാണം वो पीछे से അപ്പൊ അന്ന് കണ്ടപ്പോ എന്താ പറയായിരുന്നേ? അന്ന് മനസ്സിലാവോ നോക്കി, പിന്നെ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ആ കൊള്ളാലോ. സുഖം. സുഖമായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞിപ്പോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ശരി ശരി. ഇത് നമ്മൾ ആണ് ഡ്രസ്സ് എടുക്കുന്ന സ്ഥലമാണല്ലോ, ഇവിടെ ആണോ എടുക്കാറ്? ഞാൻ എൻ്റെ കസിന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ. यार ये थोड़ा मतलब अनएक्सपेक्टेड तो था और ठीक है। पर इनका फिर अगर जब आगे जाके इन दोनों का कुछ पता नहीं चल रहा है। अनएक्सपेक्टेड चीजें यार, एक्सपेक्ट करना ही बंद कर दे रहे हैं हम लोग। वो पीछे इधर उधर मर रहा। ചേട്ടൻ ഇങ്ങനെ അത്യാവശ്യം പൊക്കവും മണ്ണൊക്കെ ഉള്ള ആളാണ്. ഏയ് ഇല്ലില്ല, മെലിഞ്ഞ. बैचलर्स पार्टी चल रही है क्या? എന്ത് ചെയ്ത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? ആഹാ അതറിയാൻ പാടില്ലേ. ലവ് മാരേജ് ആടാ. അതാണ് മോനെ, പ്രേമമാണ് അഖില സാറ് വഴി. ആര് ഊരിയവര് എന്ത്? പ്രേമമാണ് അഖിലസാരം മൊഴിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും പ്രേമമാണ്. അതെ, കൊച്ചിന്റെ കൊച്ചിന്റെ പേര് യുനാനി. അതൊരു ചികിത്സയല്ലേ? ഇതാ, യുനാനി അല്ല, ഇവാനിയ. दोस्त लोग ऐसे ही बात कर। പാടുപെടും നീ വിളിക്കാൻ. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാ പുള്ളിക്കാരത്തിനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. തൊടാൻ പോണോ? അപ്പൊ ഓക്കെ. എടാ അതെ, ഈ പ്രേമത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്താണ്?
പ്രേമത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമല്ലേ? പിന്നെ പൈങ്കിളി എന്ത് പൈങ്കിളി? താൻ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ച അതൊരു നായർ വെച്ച് വർത്താനം തോന്നി ഒരു मिले हैं अभी एक लड़की से और स्माइल भी कर रहे हैं. എന്താണ് क्या लेकिन एज गैप नहीं होगा ज्यादा? നിങ്ങൾക്ക് മേരിന്ന് ഓർമ്മ ठीक है, अब तो इतना मैटर नहीं करता आजकल. +2 മേരി. +2 മേരി. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് എന്റെ കുട്ടികളൊക്കെ ആയിട്ട് യൂസിലാണ്. അവളെന്തിനാണ് അവള് ആവിധം വേണ്ടാട്ടോ. അവളുടെ കൂടെ അന്ന് വന്നോണ്ടിരുന്ന ഒരു കൊച്ചിനെ ഓർക്കണം. സെലിൻ ഓർമ്മയില്ല? സെലിൻ യുനാനി भूल गया हो गया. യുനാനി അല്ലടാ, ഇവാനിയ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ സ്മോൾ അടിച്ചില്ല. അവൾക്കിപ്പോ ഒരു 10-22 വയസ്സായി. 8 साल 8 years. Okay, fine ना. എടാ 8 വയസ്സ് ഡിഫറൻസ്. 8 വയസ്സ് ഡിഫറൻസ് എന്താ പ്രശ്നം? ഫഹദും നസ്രിയും തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഇത്തിരി കൂടി പോയി. അത് ഭയങ്കര അത് ശരിയല്ല. അത് ശരിയല്ലെങ്കിൽ ഇതും ശരിയല്ല. അത് മോശമെങ്കിൽ ഇതും മോശമായി പോയി. അതെനിക്ക് കുഴപ്പമില്ല. അത് എവിടെ കണ്ടത്? കഫേയിൽ ഒരു ദിവസം വന്ന് എനിക്ക് അവളെ കണ്ടപ്പോ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു. എന്തോ ഒരു സാധനം. എന്ത് പുല്ലാണെങ്കിലും ശരി, കഫേയിൽ വരിക, കേക്ക് അങ്ങോട്ട് കൊടുക്കുക, കേക്ക് ഇങ്ങോട്ട് പിടിക്കുക. ഇവ പരിപാടി പറ്റുന്നില്ല. നിനക്കൊരു ജോലിയില്ലേ? യൂട്യൂബ് പ്രപ്പോസ് ചെയ്യും. പണ്ടത്തെ പോലെ പരിപാടി നടക്കില്ല. എൻ്റെ ചോദ്യം പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് ഡീലിങ്സ് മതി. ഞാൻ പ്രപ്പോസ് ചെയ്തതാണോ? നീ വീട്ടിലേക്ക് പാരന്റ്സ് ആയിട്ട് ഡീൽ ചെയ്യും. പാരന്റ്സ് ആയിട്ട് वो ये अपने माइंड में आगे पहुंच गए हैं. पसंद आ गए हो. അവളോട് പോയിട്ട് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ധൈര്യമായിട്ട് പോയി അവതരിപ്പിക്കുക. ഈ തെണ്ടിയെ കൂടെ കൂട്ടണ്ട, ധൈര്യമായിട്ട് അവതരിപ്പിക്കുക. പിന്നെ പോകുമ്പേ നീയായിട്ട് പോയാൽ മതി. ഓ, ഇത്രയും നാളെ ഞാനായിട്ട് പോരുന്നായിരുന്നല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ? അളിയാ എന്താ അറിയോ, പണ്ട് നീ നല്ല ബോറായിരുന്നു. പക്ഷെ ഇപ്പൊ നീ നന്നായി. അടിപൊളി. വസന്തേ ആരായിട്ട് പോണ കാര്യം പറഞ്ഞു. അത് വേറെ കഴിക്കാൻ പഴംപൊരി കിട്ടൂ. പഴംപൊരി ഒന്നും കിട്ടൂല. കട്ടൻ ചായ കിട്ടൂലേ? ഒരു മിനിറ്റ്. ഒരു ബ്ലാക്ക് ടീ, എന്തെങ്കിലും ഒരു കേക്ക്. ഓക്കെ, പോയിട്ട്. ഏയ് വിടാ. പോയ കാര്യം എന്തായി? പോയ കാര്യം പതുപോലെ. ഹലോ, ഇടിപ്പോ ചുറ്റൂടെ ആൾക്കാരുണ്ട്. ഞാൻ കപ്പയില. അപ്പൊ വരില്ലേ 6 മണിക്ക്? പറ്റ പെൺകുട്ടിക്ക് ബിടെക് നിർബന്ധമാണ്. എടോ, ഇതിപ്പോ എവിടെ കിട്ടും ബിടെക്? ബിടെക് സൂപ്പർ മാർക്കറ്റിൽ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടോ, ഇതൊക്കെ ബുദ്ധിപരമായിട്ട് എഴുതിയെടുക്കേണ്ട സാധനല്ലേ. 10ാം ക്ലാസ്സും കുസ്തിയുള്ള എന്നോട് അതൊക്കെ ചോദിക്കല്. അതെ, സൗണ്ട് ഒന്ന് കുറയ്ക്കണം. കസ്റ്റമേഴ്സ് റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എടോ, പതുക്കെ പറടോ, ഇത് ചന്തയല്ല. ഉള്ള കാര്യം പറഞ്ഞാ ഞാൻ ഉള്ളതല്ല പറഞ്ഞു. പിന്നെ ബിടെക് എടുക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? वो उधर डिस्टर्ब हो रहा है अपना पर्सनल. പോലത്തെ ആൾക്കാർ ഞാൻ പൊന്നാണ് നടക്കണേ. നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. ബിടെക് എടുത്തിട്ട് വരും. ഞാൻ നിൽക്കി വേണ്ട, മുളക് കൊണ്ടുവയ്ക്കും. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. എന്റെ कौन है इतना रूड? एक्सप्रेशन ही रूड थे इसके तो. ഹലോ. ഹേയ്, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയിരുന്നു. ഞാൻ അകത്തൊരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആഹാ, കേക്ക് ഒക്കെ ഉണ്ടാക്കോ? ऐसे इनको बोलने नहीं दिया. हाँ, किसके साथ आए थे? ആ അല്ല, അല്ല, അന്നുകൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ല കേക്കായിരുന്നു. ഓക്കെ, ഇരിക്കുന്നോ? തിരക്കില്ലെങ്കിൽ യാ. ആ, നീ കറക്റ്റ് സമയത്ത് വന്നേ. എടാ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. എന്തെങ്കിലും വേണോ? എടാ, അതെ, റെഡ് വെൽവെറ്റ് കേക്ക് 2 പീസ്. അല്ല, മുതലാളി ഉണ്ടാക്കിയതാണോ? മുതലാളിനെ വിളിച്ചിരുന്നു. അല്ല, ഉണ്ടാക്കിയതാണോ? എന്നാ എനിക്കും ഒരു പീസ് വേണം. പീസ് ബേബി കൊടുത്തേ. ആഹാ, ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ. അത്രയ്ക്ക് നല്ല കേക്കാണോ? വെയിറ്റ് डैड का पूछो. सबको मार के भगाते थे. സുഖം.
अनएक्सपेक्टेड सबसे अच्छा तो वो लगा वो छोटी बच्ची। हाँ हाँ यार, वो थोड़ा अनएक्सपेक्टेड हो गया, मतलब हमने सोचा नहीं था कि यू नो, लेकिन फिर भी मुझे बुरा लग रहा है कि वो मलार की यादाश्त वापस क्यों नहीं आई, उनकी शादी क्यों हो गई, और यू नो उनका मतलब उस टाइम पे वो फेस जब हमने देखा था तो इनका थोड़ा डीप कनेक्शन लगता था, तो इस वजह से। और इनकी जॉर्ज की तरफ से तो ज़्यादा ही हमें लगता था कि ज़्यादा अफेक्शन है उनके लिए। ठीक है, पर सबको अपनी लाइफ में खुश होने का हक है, उनकी शादी हो चुकी है, अपनी लाइफ में सेटल हो गई है, तो इनको भी सेटल होना चाहिए। मतलब ऐसे लाइफ नहीं चल सकती। और अगर जो इनकी लाइफ में कोई आ रहा है और ये पसंद भी करने लग रहे हैं तो फिर ठीक है, फिर आगे स्टोरी तो बढ़नी ही है। तो देखते हैं कि इनका क्या होता है, क्योंकि वो जो लड़का इनके साथ बैठा हुआ था वो सेलिन के साथ, वो मुझे लगा कि इनका बॉयफ्रेंड है या समथिंग, क्योंकि एक तो रूड बिहेवियर उसका मुझे गुस्सा लग रही थी, एक्सप्रेशन इतने मतलब रूडली दे रहे थे और ऐसे उठ के चला गया, और आई थिंक ये बोलते बोलते रुक भी गई। तो आई थिंक यहाँ भी थोड़े कॉम्प्लिकेशंस होने वाले हैं, पर देखते हैं कि ये इनकी लव स्टोरी कैसे आगे बढ़ती है। और वो जो एक वो घोड़े से जो हॉर्स पे आए थे, वो मॉल में भी इधर, वो जहाँ शॉपिंग कर रहे थे इधर उधर सब जगह घूम रहे थे, वो भी मतलब आई थिंक थोड़ा सा मूड लाइट करने के लिए भी ये थोड़ा सा ऐड किया होगा, क्योंकि पिछला पार्ट काफी हैवी हो गया था, काफी इमोशनल हो गया था, लेकिन ये पार्ट काफी इंटरेस्टिंग लगा, मजा आया। हाँ, एक्चुअली फाइनली जॉर्ज के चेहरे पे कुछ खुशी तो दिखी, एक स्माइल तो आई, और सेलिन के नाम से सही। लेकिन एक सीन बहुत ही अच्छा लग रहा था देख करके, और थोड़ा फनी भी लग रहा था कि जिसे ये पसंद करते थे वो अपने बॉयफ्रेंड के साथ बात कर रही होती है, जिनका नाम भी जॉर्ज रहता है, और ये छोटी बच्ची रहती है और वहाँ पे ये बात कर रहे होते हैं उससे। और फिर करंट सिनारियो ये होता है कि अब जॉर्ज इनको पसंद कर रहे हैं। सो ये बहुत ही मतलब एकदम अलग सा ही एक ट्विस्ट आ गया, क्योंकि हम लोगों ने जितना पार्ट भी देखा, नेक्स्ट पार्ट जैसे ही आता है अनएक्सपेक्टेड हो जाता है, कुछ पता ही नहीं चलता कि एक्चुअली हुआ क्या है। और इसमें भी ऐसा फिर डाउट तो लग रहा है कि हाँ, जो उठ करके चले गए थे और जिसके बारे में बता नहीं पाई है जॉर्ज को, ताकि जॉर्ज की फीलिंग और डेवलप हो सकता है वो उनका बॉयफ्रेंड ही हो। और बस यही है कि अब इस बार इनका हार्ट ब्रेक अगर हुआ तो हम लोग नहीं बर्दाश्त कर पाएंगे भाई। हाँ, क्योंकि मलार के साथ जो हुआ था वो किसी की गलती नहीं थी, मलार की भी गलती नहीं थी, वो इनको ऐसा नहीं था कि धोखा दे दी, बिट्रेल सीन नहीं रहा था, इस वजह से ज्यादा बुरा लगा, इसलिए थोड़ा बुरा लग रहा था। क्योंकि बिट्रेल रहता तो एक वो रहता कि अच्छा ठीक है, जैसे फर्स्ट लव वाला था कि उन्होंने जानबूझ के छोड़ा, इसमें था कि ये दोनों साथ में थे, एक टाइम पे दोनों एक दूसरे को पसंद करते थे, थोड़ा बहुत वो बुरा लगा। लेकिन अब जैसे आगे बढ़ रहा है सीन तो सेलिन भी अच्छी लग रही हैं, इनके साथ वो जब स्माइल करके बैठे हुए हैं तो भी अच्छे लग रहे हैं। अब होप इसमें इनकी लव स्टोरी सक्सीड रहे। अदरवाइज ये पार्ट भी बहुत ही अच्छा लगा और बहुत ही अनएक्सपेक्टेड ट्विस्ट के साथ हम लोगों को ये पार्ट देखने को मिला। हाँ, एक्चुअली में मज़ा आ रहा है मूवी देखने में, सो इंटरेस्टिंग था ये भी पार्ट। और वो जो कनेक्शन पुराना पास्ट का निकला वो भी एक थोड़ा सा हमारे लिए शॉकिंग भी हो गया था। ठीक है, लेकिन मज़ा आया देख के, हमने तो ये पार्ट बहुत एंजॉय किया। आई होप आप लोग भी ये मूवी हमारे साथ एंजॉय कर रहे होंगे। और अगर जो हमारा रिएक्शन अच्छा लगा होगा तो प्लीज़ इस वीडियो को लाइक कर दीजिएगा, हमारे चैनल को सब्सक्राइब कर दीजिएगा, बेल आइकन पे क्लिक कर दीजिएगा ताकि लेटेस्ट नोटिफिकेशन आप तक जरूर पहुंचे। मिलते हैं आपसे अगले वीडियो में। अगले वीडियो तक के लिए बाय। बाय।